അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദാറുൽ മുഅ്മിനീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ ഹാജത്തുകൾ നിറവേറ്റി തരട്ടെ, എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി തരട്ടെ. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ മജ്ലിസിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 വിഷയങ്ങളാണ്. ഒന്നാമത്തെ വിഷയം, മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം എല്ലാ ദിവസവും നാം പതിവാക്കേണ്ട 100 പ്രാവശ്യം പതിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മുണ്ട്. ഏതാണ് ആ ഇസ്മ, എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നതിനെ കുറിച്ചാണ്. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് നിസ്കാരത്തിന്റെ ഗൗരവത്തിനെ കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, അസ്മാഉൽ ഹുസ്നയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മുണ്ട്. ഈ പറയാൻ പോകുന്ന ഇസ്മ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് കിബിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ഈ ഇസ്മു നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് സാമ്പത്തികമായ പ്രയാസങ്ങൾ അല്ലാഹു നീക്കിത്തരുമെന്നുള്ളത്. സാമ്പത്തികമായ പ്രയാസമാണല്ലോ എല്ലാ ആളുകൾക്കും പറയാനുള്ളത്. ചില ആളുകൾക്ക് കടമാണ്, ചില ആളുകൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, ചില ആളുകൾ വീട് നിർമ്മാണം തുടങ്ങി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, കച്ചവടം തുടങ്ങി അതിൽ പരാജയപ്പെട്ട ആളുകളുണ്ട്, മക്കളെ കെട്ടിക്കാൻ ക്യാഷ് ഇല്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ മക്കളെ കെട്ടിച്ച് കടം വന്ന ആളുകളുണ്ട്, മക്കളെ പഠിപ്പിക്കാൻ ക്യാഷ് ഇല്ലാത്ത ആളുകൾ. സ്കൂളൊക്കെ തുറക്കുകയാണ്, പുസ്തകം വാങ്ങണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ സമ്പത്ത് നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ സാമ്പത്തികമായ പ്രയാസം ഈ ഇസ്മ മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം 100 പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതെയാക്കി തരികയാണ്. അതുപോലെ തന്നെ ജോലി, വീട് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ജോലി ഇല്ലാതെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയില്ല. ഭാര്യനെ നോക്കണം, മക്കളെ നോക്കണം, ഉമ്മനെ നോക്കണം, കറണ്ട് ബില്ല് അടക്കണം, അതുപോലെ തന്നെ ഗ്യാസിന്റെ ബില്ല് അടക്കണം, ഭക്ഷണം വാങ്ങണം, പച്ചക്കറി വാങ്ങണം, ഇങ്ങനെ ഒരുപാട് ചെലവുകളാണ്. വസ്ത്രം വാങ്ങണം, ഇങ്ങനെ ഒരുപാട് ചെലവുകളുണ്ട്. അപ്പൊ ജോലി വേണം, ജോലി ഉണ്ടെങ്കിലേ ക്യാഷ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ വീട് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ മക്കൾക്കൊക്കെ താമസിക്കാൻ, ഭാര്യക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്കൊക്കെ താമസിക്കാൻ വീട് നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഇസ്മു നിരന്തരമായി നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ജോലി എന്ന ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലീകരിച്ച് നൽകുകയാണ്. വീട് എന്ന സ്വപ്നം അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഏതേത് ഉദ്ദേശങ്ങളുണ്ടോ നമ്മളെ ജീവിതത്തിൽ, വെറും വീട്, ജോലി മാത്രമല്ല, ഒട്ടനവധി ആഗ്രഹങ്ങൾ, ആയിരക്കണക്കിന് ആഗ്രഹങ്ങൾ, മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ കടന്നു വരാറുള്ളത്, നമ്മളെ മനസ്സിലേക്ക് ഓടി വരാറുള്ളത്. ഏതേത് ആഗ്രഹം ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ആഗ്രഹങ്ങൾ പൂവണിയിൽ നൽകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഇസ്മെന്നാണ് എല്ലാവരും ഇങ്ങനെ ആലോചിക്കുന്നത്. എന്താണ് ഇപ്പൊ ഇയാൾ ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്നത് എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഞാനിത് വലിച്ചു നീട്ടി പറഞ്ഞതല്ല. ഈ ഇസ്മിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഈ ഇസ്മിന്റെ പവർ എന്താണ്, ഈ ഇസ്മിന്റെ വീര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് ഈ ഇസ്മ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ നല്ല വിശ്വാസം ഉണ്ടാവും. നല്ല വിശ്വാസത്തോടെ ആയിരിക്കും നമ്മൾ ചൊല്ലുക. അതുകൊണ്ടാണ് ഈ ഇസ്മിന്റെ മഹത്വം, ഈ ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഫലം ആദ്യം പറഞ്ഞത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഏതാണ് ഇസ്മ? യാ റാഫിഉ യാ അല്ലാഹ്, യാ റാഫിഉ യാ അല്ലാഹ്. എല്ലാവരും തന്നെ കൂടെ പറയും. യാ റാഫിഉ യാ അല്ലാഹ്, യാ റാഫിഉ യാ അല്ലാഹ്, യാ റാഫിഉ യാ അല്ലാഹ്, യാ റാഫിഉ യാ അല്ലാഹ്. ഇങ്ങനെ മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം 100 പ്രാവശ്യം ചൊല്ലുക. മഗ്രിബ് നിസ്കരിക്കണമൊന്നുമില്ല. വേഗം മുസല്ലയിൽ നിന്നിട്ട് യാ റാഫിഉ അല്ലാഹ്, യാ റാഫിഉ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടൂല. നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റും സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് ഒരു 100 വട്ടം, വളരെ കുറഞ്ഞ സമയം മതി, 1 മിനിറ്റ് മതി, 2 മിനിറ്റ് മതി 100 പ്രാവശ്യം ചൊല്ലി തീർക്കാൻ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ ഈ ഇസ്മു ചൊല്ലാൻ മറ്റൊരു സമയം മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേതാ സമയം? പാതിരാവിന്റെ പഴുതിലാണ്. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത്, ഒരു ശബ്ദവുമില്ലാത്ത സമയത്ത്, പാതിരാവിന്റെ പഴുതിൽ എണീറ്റുകൊണ്ട് വൃത്തിയായി ഈ ഇസ്മു ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തരികയാണ്. ഇതൊക്കെ വലിയ വലിയ ഉസ്താദുമാർ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. എന്റെ ഭാഗം ഇങ്ങനെ തള്ളി വിടുന്നല്ല.
അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മനസ്സിലാക്കാനുള്ള തൗഫീഖ് ഇല്ലെങ്കിലാണ് പല ആളുകളും പലതും കമന്റിൽ എഴുതി വിടുക. ഇത് ഉസ്താദിന്റെ വക പറയാണ്, തോന്നിവാസം പറയാണ്, ഇല്ലാ കഥകൾ പറയാണെന്നൊക്കെ പല ആളുകളും പറയും. ഇല്ലാ കഥകളൊന്നുമല്ല, വലിയ ഉസ്താദുമാര് പഠിപ്പിച്ചതാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ മജ്ലിസ് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പാതിരാവിന്റെ പഴുതിൽ എണീറ്റുകൊണ്ട് ഈ ഇസ്മു 100 പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ, നമ്മൾ ചെല്ലുന്നത് ആരെ പേരാ? ഈ മജ്ലിസ് നടത്തുന്ന ഉസ്താദിന്റെയോ നിങ്ങളുടെ പേരല്ല, അള്ളാഹുവിന്റെ പേരാണ്. ജഗന്നിയന്താവായ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ആ അള്ളാഹുവിന്റെ പേരാണ് നമ്മൾ പാതിരാവിന്റെ പേരിൽ എണീറ്റുകൊണ്ട് പറയുന്നത്. അത് അചഞ്ചലമായ വിശ്വാസമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം ഉറക്കാൻ നല്ലതാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ പറഞ്ഞോ, യാ റാഫിഉ യാ അല്ലാഹ്, യാ റാഫിഉ യാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് സർവ്വ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. നമ്മളെ ആഗ്രഹങ്ങൾ അല്ലാഹു പൂർണ്ണീച്ചു തരും. പണം നമ്മളെ തേടി വരും. കാരണം യാ റാഫി യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മു ചൊല്ലിക്കഴിഞ്ഞാൽ മഹാന്മാര് പറയുന്നുണ്ട്, ഫമൻ അക്സറ മിൻ ദിക്രിഹി ഫതഅല്ലാഹു അലൈഹി. ഈ ഇസ്മു ഒരാൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ഖൈറിന്റെ കവാടങ്ങൾ, എന്തൊക്കെ ഖൈറിന്റെ കവാടമുണ്ടോ അതൊക്കെ അല്ലാഹു തുറന്നു നൽകും. സമ്പത്ത് നമ്മൾക്ക് ഖൈറാണ്, ആ കവാടം അല്ലാഹു തുറന്നു നൽകും. അതുപോലെ തന്നെ മറ്റുള്ള നല്ല ജീവിതം, അത് നമുക്ക് ഖൈറാണ്. അപ്പൊ നമ്മൾ നല്ല ജീവിതത്തിന്റെ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു നൽകുകയാണ്. ഇത് അസ്മാഉൽ ഹുസ്ന വിശദീകരിച്ചുകൊണ്ട് വലിയ വലിയ ആരിഫീങ്ങൾ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഖൈറിന്റെ കവാടങ്ങൾ, നന്മയുടെ കവാടങ്ങൾ, സമ്പത്തിന്റെ കവാടം, ജോലിയുടെ കവാടം, നല്ല ജീവിതത്തിന്റെ കവാടം നമ്മളിലേക്ക് അല്ലാഹു തുറന്നു നൽകും. അതുകൊണ്ട് കൂടുതലായി അധികരിപ്പിച്ചോ, യാ റാഫിഉ യാ അല്ലാഹ്, യാ റാഫിഉ യാ അല്ലാഹ് വറഫ ഖദ്റഹു വ ദിക്റഹു. അതുപോലെ തന്നെ നമ്മളെ പദവി, നമ്മളെ സ്ഥാനം, നമ്മളുടെ പേര്, പ്രശസ്തി എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുമെന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉയർച്ച, ഒരു സ്ഥാനം നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ശാന്തിയും സമാധാനവും റാഹത്തും നല്ല ജീവിതവും അല്ലാഹു നൽകും. ഈ ഇസ്മ പതിവാക്കി കഴിഞ്ഞാൽ സമാധാനമുള്ള ജീവിതം ഉണ്ടാവും, സക്കീനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, എല്ലാ പ്രയാസങ്ങളും നീ അകറ്റിത്തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം ഒഴിവാക്കുന്നതിന്റെ ഗൗരവത്തിനെ കുറിച്ച് പഠിപ്പിച്ച ഒരൊറ്റ ഹദീസ് നമ്മൾക്ക് പഠിക്കാം. ഈ പഠിച്ച ഹദീസ് നിങ്ങളെ മക്കൾക്ക് കേൾപ്പിക്കണം, നിങ്ങളെ ഭർത്താക്കന്മാർക്ക് കേൾപ്പിക്കണം, നിങ്ങളെ ഭാര്യമാർക്ക് കേൾപ്പിക്കണം, നിങ്ങളെ കുടുംബക്കാർക്ക് മുഴുവനും കേൾപ്പിക്കണം. ആർക്കൊക്കെ കേൾപ്പിക്കാൻ പറ്റോ അവർക്കൊക്കെ നിങ്ങൾ കേൾപ്പിക്കണമെന്ന് പ്രത്യേകം ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാതെ നിങ്ങൾ കണ്ടിട്ട് മജ്ലിസ് അവസാനിപ്പിച്ചു പോകണ്ട. മജ്ലിസ് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോ. അത്രയും ഗൗരവപ്പെട്ട ഒരു ഹദീസാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. മഹാനായ നബി തങ്ങൾ പറയാണ്, മല്ലം യുസല്ലി സ്വലാത്തുൽ ഫജ്രി, ഒരാൾ ഫജ്ർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, ഒരാൾ സുബ്ഹി നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ, ലം യകുൻ ഫീ റിസ്ഖിഹി ബറകത്തുൻ, അവന്റെ ജീവിതത്തിൽ, അവന്റെ ഭക്ഷണത്തിൽ, അവന്റെ ജോലിയിൽ, അവന്റെ വീട്ടിൽ, അവന്റെ വസ്ത്രത്തിൽ, അവന്റെ ഏതേത് ജീവിത മേഖലയുണ്ടോ അവിടെയൊന്നും ബറക്കത്ത് ഉണ്ടാകില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സുബഹി നിസ്കാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. സുബഹി നിസ്കരിക്കാതെ കടന്നുറങ്ങുന്നവനില്ലേ, സുബഹി ഖലായി നിസ്കരിക്കുന്ന ആളുകളില്ലേ, വെറുതെ ഒരു കാരണമില്ലാതെ സുബഹി ഖലാക്കുന്ന ആളുകളുണ്ട്, സുബഹി തീരെ നിസ്കരിക്കാത്ത ആളുകളുണ്ട്. സുബഹി നിസ്കരിക്കാതൊക്കെ ജോലിക്ക് പോയാൽ എന്ത് ബർക്കത്താ അതിലുണ്ടാകുക. ചിലപ്പോൾ കിട്ടുന്നത് 50 ലക്ഷമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ 5 ലക്ഷം സാലറി ഒക്കെ ഉണ്ടാവും, അതിന് ബർക്കത്ത് ഉണ്ടായില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ സുബഹി നിസ്കരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ക്ലാസ് നിങ്ങൾ എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുത്തോ. വമല്ലം യുസല്ലി സ്വലാത്തുൽ ളുഹർ, ഒരാൾ ളുഹർ നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ, ലം യകുൻ ഫീ വജ്ഹിഹി നൂറുൻ, അവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം ഉണ്ടാവൂല. ഒരു വിശ്വാസിയുടെ മുഖം ആയി അവന്റെ മുഖം മാറുകയില്ല. അവന്റെ മുഖത്ത് ഒരു പ്രകാശം ഉണ്ടാവൂല. ഒരു ഈമാൻ ഇല്ലാത്ത ഒരു മനുഷ്യന്റെ പോലെ ഒരു വികൃതമായ രൂപമായി അവന്റെ മുഖം മാറുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വമൻ ലം യുസല്ലി സ്വലാത്തുൽ അസ്ർ, ഒരാൾ അസർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, ലം യകുൻ ഫീ അലാഹി ഖുവ്വ, അവന്റെ അവയവങ്ങളിൽ അല്ലാഹു ആരോഗ്യം കൊടുക്കൂല. അല്ലെ, കയ്യിന് ആരോഗ്യം ഉണ്ടാവൂല, കാലിന് ആഫിയത്ത് ഉണ്ടാവൂല, ചെവിക്ക് ആരോഗ്യം ഉണ്ടാവൂല, കണ്ണിന് ആരോഗ്യം ഉണ്ടാവൂല.
നമ്മളെ ശരീരത്തിലെ ഏതെല്ലാം അവയവങ്ങളുണ്ടോ ആ അവയവത്തിനൊന്നും ആരോഗ്യം ഉണ്ടാവില്ല, കൂവത്ത് ഉണ്ടാവില്ല, ശക്തി ഉണ്ടാകില്ല എന്ന് മഹാനായ നബി തങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. ഒരാള് മഗ്രിബ് നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ ലം യകുൻ ഫീ തആമിഹി ലദ്ദത്തുൻ, അവന്റെ ഭക്ഷണത്തിൽ ഒരു രസം ഉണ്ടാവൂല. നല്ല നല്ല വിറ്റാമിനുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടാവും, അത് ശരീരത്തിൽ അങ്ങ് പിടിക്കൂല. ബദാമും മണ്ടിപ്പരിപ്പും മുന്തിരിയും ഉണക്കമുന്തിരിയും നട്സുകളൊക്കെ കഴിക്കുന്നുണ്ടാവും, പക്ഷെ അത് ശരീരത്തിൽ പിടിക്കൂല. ആ ഭക്ഷണത്തിൽ അവനിക്കൊരു രസം ഉണ്ടാവൂല, ഒരു ഉപകാരം ഉണ്ടാകൂല. ഇന്ന് നബിതങ്ങളാ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ മഗ്രിബ് നിസ്കാരം ഒഴിവാക്കരുത്. ഒരാൾ ഇശാ നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ ലം യകുൻ മുഅ്മിനൻ ഫിദ്ദുനിയാ വൽ ആഖിറ, അവൻ ദുനിയാവിലും ആഖിറത്തിലും പരലോകത്തും മുഅ്മിനല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. നിസ്കാരത്തിന്റെ ഗൗരവത്രയാണ്. എത്ര ആളുകളാണ് വളരെ ലാഘവത്തോടുകൂടെ നിസ്കാരം ഒഴിവാക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോ, കടങ്ങൾ വരുമ്പോ വലിയ വലിയ മജ്‌ലിസിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കുകയാണ് അല്ലെ. ആദ്യം നിസ്കരിക്കണം, ആദ്യം നോമ്പനുഷ്ഠിക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം. ഇങ്ങനെയുള്ള ഇസ്ലാം കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് ദിക്ർ ചൊല്ലിയിട്ടും കാര്യമില്ല, ഏത് മജ്‌ലിസിൽ പങ്കെടുത്തിട്ടും കാര്യമില്ല, ആരുടെ മുമ്പിലും കൈനീട്ടിട്ടും കാര്യമില്ല, ഒരു ബർക്കത്തും ഉണ്ടാവൂല. എത്ര ലക്ഷം കിട്ടിയാലും അത് നിനക്ക് തികയില്ല. 10 ലക്ഷം 1 കോടി കിട്ടിയാലും നീ വീണ്ടും കടക്കാരനാകും, അത് നിനക്ക് തികയില്ല. ഇത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. അപ്പൊ നിസ്കാരം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ മഹ്ശറയിൽ വെച്ച് അല്ലാഹു ആദ്യമായി നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്താ? നീ നിസ്കരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു 5 വക്ത് നിസ്കാരം കൃത്യമായി ഖളാ ആകാതെ നിസ്കരിക്കാൻ നമ്മൾക്കും നമ്മളെ കുടുംബത്തിനും മനസ്സ് നൽകട്ടെ, ഈമാൻ നൽകട്ടെ. ഞങ്ങളെ മജ്‌ലിസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ മജ്‌ലിസ് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന പാവപ്പെട്ട എന്റെ സഹോദരിമാരുണ്ട്, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട് അല്ലാഹ്, സഹോദരന്മാരുണ്ട്. അവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്, അവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിലേക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുവരുന്ന പാവപ്പെട്ട എന്റെ കരളിന്റെ കഷ്ണങ്ങളായ സഹോദരിമാര്, ഉമ്മമാര്, അല്ലാഹു അവരെ നീ കാക്കണേ അല്ലാഹ്. ദാറുൽ നബി മജ്‌ലിസിന്റെ കുടുംബാംഗങ്ങളെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.